ദേവാമൃതത്തിൽ അടുത്തതായി ജ്യോതിഷ പങ്ക്തി. ഇന്ന് 1194 ആണ്ട് മീനമാസം 29-ാം തീയതി, അതായത് 2019 ഏപ്രിൽ 12 വെള്ളിയാഴ്ച. നക്ഷത്രം തിരുവാതിര. ജ്യോതിഷ പങ്ക്തിയിൽ എന്നത്തെയും പോലെ ഇന്ന് നമ്മോടൊപ്പമുള്ളത് സർ ഡോക്ടർ പദവികൾ ഉൾപ്പെടെ ദേശീയ അന്തർദേശീയമായ നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. സ്നേഹത്തോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ശർമാജി. നമസ്തേ ശർമാജി. നമുക്ക് കത്തിലേക്ക് കിടക്കാം അല്ലേ? മലപ്പുറത്ത് നിന്ന് ലതിക എഴുതുന്ന കത്താണ്. എൻ്റെ സഹോദരൻ ദുബായിൽ ജോലിയിലായിരുന്നു. 1 വർഷമായി അത് നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഒരു ചെറിയ ജോലി കിട്ടി. അത് പക്ഷെ സ്ഥിരമല്ല. എന്നാണ് ഇനിയൊരു സ്ഥിര ജോലി ശരിയാവുന്നത്? ഉദ്യോഗ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമല്ലേ? അതെ. ഉദ്യോഗമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഉദ്യോഗം ഉണ്ടെങ്കിൽ തന്നെ ജീവിക്കാൻ പറ്റാത്ത കാലം. പ്രത്യേകിച്ചും മകം പൂരം ഉത്രം ഉത്രത്തിക്കാൽ നക്ഷത്രം ചിങ്ങരാശി എന്ന് പറയും. ചിങ്ങരാശിയിൽപ്പെട്ടതാണ് ഇതികയുടെ മകൻ. 2018 ഒക്ടോബർ വരെ വളരെ മോശം സമയമായിരുന്നു എന്നാണ് ഈ രാശിക്കാർക്കെല്ലാം. സ്ത്രീ പുരുഷ ഭേദമന്യേ ഏത് പ്രായഘട്ടത്തിലായിരുന്നാലും ശരി, വ്യാഴം 3-ാം ഭാവത്തിലും ശനി 5-മത്തിലും നിൽക്കുക. 5-മം എന്ന് പറഞ്ഞാൽ 5-ാം ഭാവം. മനസ്സിൻ്റെ സ്ഥാനവും സന്താനങ്ങളുടെ കാര്യവും കൊണ്ട് മനസ്സിനാകപ്പാടെ ഇറിറ്റേഷൻ, കുറ്റബോധം, നഷ്ടബോധം എന്നിവയൊക്കെ വന്നു ചേരുന്നു. അസഹ്യ ദുഃഖം മുതലായതും ഒക്കെ വരുന്നൊരു കാലഘട്ടം ആണ് 5-ലെ ശനി. 2020 ജനുവരി വരെ 5-ൽ ശനി നിൽക്കുകയാണ് ഈ രാശിക്കാർക്ക്. മനസ്താപം, ഇച്ഛാഭംഗം, സന്താന ദുഃഖം. പ്രായം ചെന്നവർക്ക് മക്കളെ സംബന്ധിച്ച് വലിയ ഉത്കണ്ഠ വരുന്ന സമയമാണ് ഈ രാശിപ്പെട്ടവർ. അവരുടെ കല്യാണ കാര്യമോ ജോലിക്കാര്യമോ പഠനകാര്യമോ ആരോഗ്യകാര്യമോ അമ്മയും മക്കളും അല്ലെ അച്ഛനും മക്കളും തമ്മിലുള്ള കാര്യമോ സഹോദരങ്ങൾ തമ്മിലുള്ള കാര്യമോ എന്തെങ്കിലും ആട്ടെ, അല്ലെ കച്ചവടം ചെയ്യാനായിട്ട് ലക്ഷങ്ങൾ മുടക്കി പൊട്ടി പൊളിഞ്ഞ് അവസാനം മൗനമായിട്ടിരിക്കുന്ന സമയം. അതുപോലെ തന്നെ വ്യാഴം 3-ൽ നിന്ന് 4-ലേക്ക് വന്നിട്ട് അധികം കാലഘട്ടങ്ങളൊന്നും ആയിട്ടില്ല. മാനാഭിമാനം നഷ്ടപ്പെടുകയും വെറുക്കപ്പെടുകയും കുറ്റപ്പെടുകയും തരം താഴ്ത്തപ്പെടുകയും ചെയ്യുന്ന ആ ഒരു ദുരന്തകാലം മാറി വ്യാഴഗ്രഹം 3-ൽ നിന്ന് 4-ാമടത്തേക്ക് വന്നിരിക്കുന്നു. 2019 നവംബർ മാസം വരെ 4-ാമടത്ത് നിൽക്കുകയാണ്. രക്ഷാ കവാടങ്ങൾ പലതും തുറക്കപ്പെടും. ഇപ്പോൾ ഒരു ചെറിയ ജോലി കിട്ടിയത് തന്നെ ഈ പറഞ്ഞ കഴിഞ്ഞ ഒക്ടോബറിന് ശേഷമായിരിക്കണം. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അതായത് ആ ചെറിയ ജോലി എന്ന് വിചാരിച്ച് അത് ചെറുതാക്കരുത്. അത് പിടിച്ചു നിൽക്കാനുള്ള അത്താണിയായിട്ട് കാണണം. 2020 ജനുവരി മാസം മുതൽ 6-ലേക്ക് ശനി 6-ാം ഭാവത്തിലേക്ക്, 5-ാം ഭാവത്തിൽ നിന്ന് 6-ാം ഭാവത്തിലേക്ക് ശനി ചാരവശാൽ സഞ്ചരിക്കുന്ന ഒരു കാലം, ഒരു സുവർണ കാലം ഈ രാശിക്കാർക്ക് വരികയാണ്. 6-ലെ ശനി അലറി ജീവിക്കുമെന്നാണ്, ആജ്ഞാപിച്ച് ജീവിക്കും, ആഹ്ലാദിച്ച് ജീവിക്കുമെന്നാണ്. ആഹ്ലാദിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നല്ലതാണല്ലോ. ആജ്ഞാപിച്ച് ജീവിക്കുക, ഒബ്ബേത്തെ ഓർഡർ, അതനുസരിപ്പിച്ച് ജീവിക്കുക, നല്ല പദവി എന്നർത്ഥം. അതുപോലെ തന്നെ അലറി ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിപ്പിക്കുക എന്നർത്ഥം. പഴയ ഭാഷയാണ്. ഇപ്പം അങ്ങനെ അലഹാവുന്നതല്ലെങ്കിലും ശകാരിക്കുക, ഫസ്റ്റ് വാണിംഗ്, സെക്കൻഡ് വാണിംഗ്, തേർഡ് വാണിംഗ് എന്നൊക്കെ പറയുന്ന പോലെ. ആ 6-ലെ ശനി അപ്രതീക്ഷിത ഭാഗ്യവും തരും. ദ്രവ്യലാഭം, എവിടെ നിന്നെങ്കിലും ലോട്ടറിയോ അല്ലെ അതുപോലുള്ള നിധി കുംഭങ്ങൾ തരിക. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഉദ്യോഗ പദവികൾ കിട്ടുക, ശമ്പളക്കൂടുതൽ, അധികാര പദവികൾ, വീട്, വസ്തു, വാഹനം, പ്രമോഷൻ, സമ്പാദ്യങ്ങൾ, ഭാവിയിലേക്ക് വേണ്ട സമ്പാദ്യങ്ങൾ, നല്ല കുടുംബത്തിൽ നിന്ന് നല്ല ബന്ധുത്വം, കല്യാണം ഇത്യാദികളും. അതുപോലെ തന്നെ മക്കളാൽ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് ആ മക്കൾക്ക് എന്തെങ്കിലും ജോലിയോ കല്യാണമോ എന്തിനായിരുന്നു ദുഃഖിച്ചിരുന്നത് അതിനൊരു പരിഹാരങ്ങളും 6-ലെ ശനി വരും. അപ്പോൾ അതാണ് ആഹ്ലാദിച്ച് ജീവിക്കുക. അപ്പോൾ ഈ കഴിഞ്ഞ 2.5 കൊല്ലം ആയിട്ട് ഉള്ള ദുരിതങ്ങളെല്ലാം മാറാനുള്ള ഒരു സമയമാണ്. ചെറിയ ജോലിയാണ് എന്ന് വിചാരിച്ചാൽ പുച്ഛിക്കേണ്ട കാര്യമല്ല. ഇപ്പോൾ ഒരു കച്ചിത്തുരുമ്പ് പോലെ കിട്ടിയിരിക്കുന്നത് നല്ലതാണ്. അതിന് വരുന്ന നവംബർ മാസം വരെ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. ശേഷം 5-മത്തിലേക്ക് വ്യാഴവും 6-ലേക്ക് ശനിയും വരുന്ന ചിങ്ങരാശിയായ മകംപൂര ഉത്രത്തിൽക്കാൽ നക്ഷത്രക്കാർക്കാണ് 2020 ജനുവരി മാസം മുതൽ ഒരു കാലഘട്ടം.
സാമൂഹ്യ പ്രവർത്തകർക്ക് അതിൻ്റേതായ ഒരു നന്മകൾ നല്ല സ്ഥാനത്ത് എത്തിച്ചേരാനും അതുപോലെ മന്ത്രിമാർ വരെയാവാനുള്ള യോഗങ്ങളും അതുപോലെ ടെസ്റ്റും ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞവർക്ക് ഉദ്യോഗം കിട്ടാനുള്ള യോഗവും ഉദ്യോഗം ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ പ്രമോഷന് വേണ്ടി ശ്രമിച്ചവർക്ക് ആ സമയം പ്രമോഷൻ കിട്ടുവാനും കല്യാണാദികളൊക്കെ നടക്കാൻ താമസം തടസ്സപ്പെട്ട് കിടന്നവർക്ക് അതിനുള്ള ഭാഗ്യങ്ങളും ഉന്നത കുടുംബത്തിൽ നിന്ന് വേൾക്കുവാനിടയായിടും ആശ പോലെ കല്യാണം കഴിക്കാൻ ആശ പോലെ അതാഗ്രഹം പോലെ നല്ല വിവാഹബന്ധങ്ങൾ വസ്തു ഗ്രഹം വാഹനം നല്ല പദവിയിലുള്ള സമ്പാദ്യങ്ങൾ ഇതെല്ലാം സമ്പാദിക്കാനുള്ള സമയങ്ങളാണ്. ഇതുവരെ വ്യാഴപ്രീതി വരുത്തുക, ഒന്നുകൂടെ ബലം കിട്ടാൻ വ്യാഴാഴ്ച തോറും ജലകന്ധ പുഷ്പധൂപദീപ ജലാന്തം ബൃഹസ്പതി പത്മമിട്ട് ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തങ്കുരും പ്രണതോസ്മ്യഹം ഇപ്രകാരമുള്ള ബൃഹസ്പതി സ്തോത്രങ്ങളെ കൊണ്ട് വ്യാഴപത്മത്തിൽ പൂജാതികർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക. വ്യാഴാഴ്ച തോറും ഒരിക്കലെടുക്കുക, വിഷ്ണു ഭഗവാനെ ദർശിക്കുക, കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക. കണിശമായിട്ടും അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നല്ല ഉദ്യോഗം, ആജ്ഞാശക്തി, സമ്പാദ്യം, മംഗല്യം, ഭാഗ്യം, നിക്ഷേപം, ഭൗതിക സമ്പത്തുകൾ എല്ലാം വാരിക്കോരിത്തരും എന്നാണ് രാശിപ്രകാരം കാണുന്നത്. നന്ദി ശർമ്മജി. മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രതിവിധികൾ ചെയ്യുക, ഗുണഫലങ്ങൾ ഉണ്ടാവട്ടെ. ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമ്മജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്.